ഹലോ, നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? ഇനി ഞാൻ കാരണം നേരം വേക്കണ്ട, ഇങ്ങത്താ ഞാൻ ചെയ്തോളാം. നീലം ബലമായി അവളുടെ കയ്യിൽ നിന്ന് ചീപ്പ് വാങ്ങി മുടികെട്ടി. ശേഷം നെറ്റിയിലൊരു പൊട്ട് വെച്ചു കൊടുത്തു. ഒപ്പം നെറ്റിയിലൊരു ഉമ്മയും. കാതിൽ കമ്മിലിട്ടു. ഒപ്പം കാതിലൊരുമ്മ. ഷാൾ കുത്തിക്കൊടുത്തു. തോളിലൊരുമ്മ. വാച്ച് കെട്ടിക്കൊടുത്ത് അവസാനം കയ്യിലൊരുമ്മയും കൊടുത്തു. ഒരരഞ്ഞാണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? കുസൃതി ചിരിയോടെ നീലം ചോദിച്ചതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എന്താടി നോക്കി പഠിപ്പിക്കണേ? നീലൻ അവളെ ചുറ്റിപ്പിടിച്ചതും അവൾ കൈയെടുത്ത് മാറ്റി. ഇനി ഇവിടെ നിന്നാ എനിക്ക് ക്ലാസ്സിൽ പുറത്ത് നടക്കില്ല. അത് പറഞ്ഞ് അവൾ അവൻ്റെ കൈയെടുത്ത് മാറ്റി. നീ ഒട്ടും റൊമാൻറ്റിക് അല്ല. സാരില്ല, ആവശ്യത്തെ കൂടുതൽ നിനക്കുണ്ടല്ലോ. അപ്പോൾ പുറത്തേക്ക് നടന്നതും നീലം വേഗം ഷർട്ട് എടുത്തിട്ട് വണ്ടിയുടെ കീയും ഫോണും എടുത്ത് അവൾക്ക് പിന്നാലെ ഓടി. നിൽക്കൂഞ്ഞേ, ഞാൻ ആക്കിത്തരാം. നീലം വാതിൽ പൊട്ടിയിറങ്ങി. അവനോടൊപ്പം അവളും വണ്ടിയിൽ കയറി. അവൻ ബസ് സ്റ്റോപ്പിലാക്കിത്തരും എന്നാണ് കരുതിയെങ്കിലും കോളേജ് ഒരാക്കി തന്നു. അപ്പോൾ ക്ലാസ്സിലെത്തുമ്പോൾ അനഘ വന്നിരുന്നു. പണ്ട് ശത്രുക്കളായിരുന്നോൾ ഇപ്പോൾ ചങ്കും കരലായത് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഈ സം കഴിഞ്ഞ് അനഘ കോളേജിൽ നിന്നും പോകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് വീട്ടുകാർ ആ തീരുമാനം മാറ്റിയിരുന്നു. അതിലേറ്റവും കൂടുതൽ സന്തോഷിച്ചത് അപ്പുവായിരുന്നു. ദിവസങ്ങൾ വീണ്ടും മാറ്റമില്ലാതെ കടന്നുപോയി. ആദമയ്ക്ക് ഇപ്പോൾ 7 മാസം കഴിഞ്ഞു. 7-ാം മാസത്തെ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങിന് അവളുടെ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ വന്നിരുന്നു. അരുണിൻ്റെ വീട്ടിലെ എല്ലാ ഒരുക്കങ്ങളും മുൻകൈ എടുത്ത് നടത്തിയിരുന്ന നീലം തന്നെയായിരുന്നു. അല്ല മോനെ, നിങ്ങളുടെ കല്യാണം കഴിച്ചിട്ട് കുറച്ചു കാലമായല്ലോ. അപർണം മോൾക്ക് ഇതുവരെ വിശേഷമൊന്നും ആയില്ലേ? സദ്യ വിളമ്പുന്നതിനിടയിൽ നീലനോടായ ആരതിയുടെ ഒരു ബന്ധു ചോദിച്ചു. അത് കേട്ട് സദ്യ വിളമ്പുന്ന നീലൻ ഒന്ന് നിന്നു. ചുറ്റുമുള്ള മറ്റൊരാളുടെ നീലൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. ഇതുവരെ വിശേഷമൊന്നും ആയിട്ടില്ല. ആവുമ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വന്നറിയിക്കുകയായിരിക്കും. സന്തോഷമായില്ലേ? അവൻ മുഖത്തെ പുഞ്ചിരി മറയാതെ തന്നെ പറഞ്ഞു. അല്ല മോനെ, അരുണിൻ്റെ ആരതിയുടെ ഒപ്പം കല്യാണം കഴിഞ്ഞല്ലേ നിങ്ങളുടെയും? അതുകൊണ്ട് 2 പേരിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് നോക്കുമായിരുന്നു. ചേച്ചി ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിരിക്കും. ഞാൻ വണ്ടി കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം ഞങ്ങളിൽ ആർക്കാ കുഴപ്പമെന്ന്. അപ്പം നിങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. അങ്ങനെയല്ല, ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറഞ്ഞതാ. നിങ്ങൾക്ക് ഇതുപോലെ ചടങ്ങ് നടത്തി 4 ആൾക്ക് സദ്യ കൊടുക്കണ്ടേ? ഞങ്ങൾ വയസ്സായവർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അതിനാണെങ്കിൽ ഈ വരുന്ന ഓണത്തിന് ചേച്ചി വീട്ടിലേക്ക് വാ. 10 ദിവസത്തെ ഓണസദ്യ അവിടെ നിന്ന് തരാം. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നവരാഗ്രഹം നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? നീലിനോടൊന്നും പറഞ്ഞു ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായത് ആ സ്ത്രീ ഭക്ഷണം കഴിച്ച് വേഗം എഴുന്നേറ്റു. അപ്പൂനൊരു സർക്കാർ ജോലിക്കാരനെ കിട്ടിയതിൽ അവരുടെ കുടുംബത്തിൽ പലർക്കും അസൂയയുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ. പരിപാടിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരും പോയി കഴിഞ്ഞാണ് അപ്പു നീലനോടേക്ക് വന്ന് ഇറങ്ങിയത്. അപ്പുവിനെ വീട്ടുകാർ അവിടെ നിന്ന് നിൽക്കാൻ നിർബന്ധിച്ചെങ്കിലും അവർ സ്നേഹപൂർവ്വം അത് നിരസിച്ചു. വീട്ടിലെത്തി നീലം കുളിച്ച് വസ്ത്രം മാറിയതും വീട്ടിലെ പിള്ളേർ എന്തോ അത്യാവശ്യത്തിന് അവനെ വന്ന് വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ വീട്ടിലെ പണികൾ ഒതുക്കി രാത്രിയിലേക്കുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയ ശേഷം കുറച്ചു നേരം കിടന്നുറങ്ങി. നീലം വന്ന് വിളിച്ചപ്പോഴാണ് പിന്നീട് അവൾ എണീറ്റത്. സമയം 9 മണി കഴിഞ്ഞിരുന്നു. ഇത്രയും നേരം നീലൻ വൈകാറില്ലായിരുന്നു. വാതിൽ തുറന്നതും വിയർത്ത് കുളിച്ച് നിൽക്കുന്ന നീലനെ കണ്ട് അവൾക്ക് പരിഭ്രമം തോന്നി. എന്താ നീല, എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല, ഒരു ഹോസ്പിറ്റൽ കേസ്. നമ്മളുടെ അവന്തികയില്ലേ, ബാലമാഷിൻ്റെ മോള്, ആ കുട്ടി ചെറിയൊരു അബദ്ധം കാണിച്ചു. എന്തേ? ഒരു സൂസൈഡ് അറ്റംപ്റ്റ്. ഞരമ്പ് മുറിച്ചതാ. കുറച്ച് സീരിയസ് ആയിരുന്നു. ഒരുപാട് ബ്ലഡ് പോയി. അതും റയർ ബ്ലഡ് ഗ്രൂപ്പ്. ഒരുപാട് അന്വേഷിച്ചിട്ട് ബ്ലഡ് കിട്ടിയേ. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് ആ കുട്ടിക്ക്? കുഴപ്പമില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതാണ് കാരണം. എന്തായാലും പോലീസ് കേസായിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങളേ. നീലം തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് പോയി. നീലം കുളി കഴിഞ്ഞ് വന്ന് അപ്പു കഴിക്കാൻ എടുത്തു വെച്ചു.
എന്താ നിനക്ക് പറ്റിയേ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ, നീലൻ ചോദിച്ചു. ഒന്നുമില്ല, രാവിലെ മുതൽ ആകെ തിരക്കും ബഹളമായിരുന്നല്ലോ, അതിൻ്റെ ക്ഷീണ. ഒന്നും ഉറങ്ങിയിട്ട് ശരിയാവും. അങ്ങനെ വേഗം കഴിച്ചിട്ട് പോയി കിടന്നോ. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി ഒതുക്കി വെച്ച് നീലൻ പറഞ്ഞു. അപ്പുവിൻ്റെ കഴിച്ചു കഴിഞ്ഞാൽ നീലൻ നിർബന്ധിച്ച് അവളുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. പാത്രങ്ങൾ കഴുകി അടുക്കള ഒതുക്കിയ ശേഷം നീലൻ ലൈറ്റ് ഓഫാക്കി വന്ന് കിടന്നു. അപ്പു തിരിഞ്ഞു കിടക്കുന്നതിനാൽ നീലൻ അവളുടെ മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനും കിടന്നു. ഒന്ന് ഉറങ്ങി എണീറ്റ് നീലൻ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോൾ അപ്പോൾ എന്തോ ആലോചിച്ച് കിടക്കുകയാണ്. നീ ഉറങ്ങിയില്ലേ? നീലൻ ചോദിച്ചിട്ടും അവൾ മറുപടി പറഞ്ഞില്ല. നീ എന്താ പെണ്ണെ കണ്ണു തുറന്ന് സ്വപ്നം കാണണോ? നീലൻ തട്ടി വിളിച്ചപ്പോഴാണ് അവൾക്ക് സുബോധം വന്നത്. എന്താ നീല, രാവിലെ ആയോ? നേരം വെളുത്താ? അവൾ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. നീ ഇതേ ലോകത്താ? നേരമൊന്നും വെളുത്തിട്ടില്ല. ഈ പാതിരാത്രി എന്താ നിനക്ക് ഇത്ര വലിയ ആലോചന? ടേബിളിൽ നിന്നും വെള്ളം കുടിക്കാൻ നിന്ന് കുടിച്ചുകൊണ്ട് നീലൻ ചോദിച്ചു. ഞാൻ എന്തോ ഇങ്ങനെ ഓരോന്നാലോചിച്ച്. എന്താലോചിച്ച്? അല്ല, ആ കുട്ടി അവന്തിക, അവളെക്കുറിച്ച് എന്താലോചിക്കാൻ? അല്ല, പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞ ആരെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമോ? എങ്കിൽ ഞാനൊക്കെ എത്ര തവണ ആത്മഹത്യ ചെയ്യണം? ചിരിയോടെ പറഞ്ഞ് അവൾ തിരിഞ്ഞു കിടന്നു. എന്തിനും കള്ളം പറയണേ? നീലൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് പിൻകഴുത്തി മുഖം ചേർത്തുകൊണ്ട് ചോദിച്ചു. കള്ളോ? എന്ത് കള്ളം? എൻ്റെ കുഞ്ഞിനെ എന്നാണ് പറയാറിയില്ല, അതുകൊണ്ട് സത്യം പറഞ്ഞേക്ക്. എന്തിനാ എൻ്റെ കുട്ടിക്ക് ഇത്ര സങ്കടം? നീലൻ അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി ചെറിയ കുട്ടികളോടെന്ന പോലെ ചോദിച്ചു. സങ്കടം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.